ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സുജാതയുടെ വീട്ടിൽ നിന്നും തങ്ങളുടെ സ്വർഗമായ സ്നേഹതീരത്തേക്ക് മടങ്ങിപ്പോകാനായിട്ട് എല്ലാ ബാഗുകളും പായ്ക്കുകയാണ് നമ്മുടെ കാവേരിയും കുടുംബവും. അപ്പോൾ ഇതൊക്കെ കാണുന്ന സുജാതയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇത്ര പെട്ടെന്ന് തൻ്റെ വലയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവർ പോകുമെന്ന് സുജാത തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ശാരദ പോകാൻ ഇറങ്ങുമ്പോൾ സുജാതയോട് പറയും, ഒരുപാട് നന്ദിയുണ്ട് സുജാതയെ, രാത്രിയിൽ കയറി കിടക്കാൻ ഇടം തന്നതിന്, ഭക്ഷണം തന്നതിന്, എല്ലാത്തിനും ഒത്തിരി നന്ദി. ഞങ്ങൾക്കാർക്കും ഒരു പരിക്കും പറ്റാതെ ഇത്രയും ദിവസം നീ സംരക്ഷിച്ചല്ലോ എന്ന് പറയുമ്പം സുജാത ഒന്നും മിണ്ടാതെ നിൽക്കുക. അതിനുശേഷം വിനീതിനോടും പറയും, ഒരു മകനെ പോലെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ കടമകളും ചെയ്യാൻ നീയും ശ്രമിച്ചു മോനെ, നിന്നോടും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് എന്ന് പറയുമ്പം വിനീത് പറയും, ഒരു നന്ദി വാക്ക് പറഞ്ഞ് ഇങ്ങനെ ചെറുതാക്കല്ലേ അമ്മായി, നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യവും നേരെ ചുവ ചെയ്തു തരാൻ കഴിഞ്ഞില്ല എന്നുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുമ്പോൾ നീ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട എന്ന് ശാരദ പറയാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ രാധമ്മയുടെ ബാഗുകളും ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരുന്ന കാണുമ്പോഴത്തേക്കും സുജാത ചോദിക്കും, അല്ല ഇവർ ഈ കെട്ടും പാണ്ടും എടുത്ത് പോകാൻ ഇത്ര തിടുക്കം കാട്ടുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാം, പക്ഷേ അമ്മയുടെ ഈ ബാഗും ഒക്കെ എടുത്ത് എങ്ങോട്ടായി ഇറങ്ങാൻ നോക്കുന്നത് എന്ന് പറയാം. അപ്പോഴത്തേക്കും രാധമ്മ പറയും, ഞാൻ പിന്നെ ശാരദയുടെ ഒപ്പമല്ലേ പോകേണ്ടത് എന്ന് ചോദിക്കാം. ശാരദയല്ല, ഈ സുജാത അമ്മയുടെ സ്വന്തം മോള്, അമ്മയുടെ മോൻ അരവിന്ദേട്ടൻ മരിച്ചുപോയി, അതൊക്കെ അമ്മ മറന്നുപോയോ എന്ന് ചോദിക്കാം. ഇത്രയും കാലം അരവിന്ദൻ്റെ കുടുംബത്തോടൊപ്പമല്ലേ ഞാൻ ജീവിച്ചത്, ഇനിയും എൻ്റെ മരണം വരെ ഞാൻ അവരോടൊപ്പമേ ജീവിക്കുള്ളൂ. ശാരദയെ മരുമോളായി കിട്ടിയതാ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുമ്പം സുജാതയ്ക്ക് ദേഷ്യം വരിക. അമ്മ എന്താ പറഞ്ഞു വരുന്നത്, മകളായ ഞാൻ അമ്മയോട് ഒരു കടമകളും ചെയ്യുന്നില്ലെന്നാണോ? മകളായി പോയിന്ന് പോലും നീ എന്നോട് എന്തൊക്കെയാണ് ഈ പ്രവർത്തിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ മുതൽ, അതൊക്കെ ഞാൻ മറക്കുമെന്നാണോ നീ കരുതിയിരിക്കുന്നേ? നിന്നെ ഞാൻ പ്രസവിച്ചല്ലോ എന്നോർത്ത് ഇപ്പം ഞാൻ ശരിക്കും വിഷമിക്കുന്നുണ്ട് എന്ന് സുജാതയോട് നമ്മുടെ രാധമ്മ പറയാം. അപ്പം സുജാത ഒരടി കിട്ടിയ പോലെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന കാവേരിക്ക് ഒരുപാട് സന്തോഷമാവുക. അപ്പോൾ കാവേരി കൈ അടിച്ചുകൊണ്ട് രാധമ്മയുടെ അടുത്തേക്ക് വരിക. രാധമ്മേ, ഈ പറഞ്ഞതിന് ഒരു കുതിരപ്പവൻ ഞാൻ രാധമ്മയ്ക്ക് മേടിച്ച് തരും എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്ക് സുജാത പറയും, നീ ഒന്നും കൂടുതൽ അഹങ്കരിക്കേണ്ടടി, ദേ അമ്മേ, ഇവരുടെ ഈ ചാട്ടം കണ്ടിട്ടാണ് അമ്മ ഇവരുടെ ഒപ്പം തുള്ളിച്ചാടി പോകുന്നതെങ്കിലേ പട്ടിണി കിടന്ന് ചാവത്തേ ഉള്ളൂ തള്ളേ എന്ന് പറയാം. അത് കേൾക്കുമ്പം നമ്മുടെ രാധവ പറയും, അങ്ങനെ പട്ടിണി കിടന്ന് ചത്താലുവേ ഞാൻ അങ്ങ് സഹിച്ചു, എൻ്റെ ശവം കാണാൻ പോലും നീ ആ വീട്ടിലേക്ക് കയറി വരണ്ട, അല്ലാതെ എങ്ങനെ ജീവിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഇവിടെ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ട് നീ എന്നെ പീഡിപ്പിച്ചു കൊല്ലും, അതിനും എത്രയോ പേദവാടി പട്ടിണി കിടന്ന് മരിക്കുന്നത്. ഇവരെന്തായാലും എന്നോട് മുഖം കറുപ്പിച്ച് ഒരിക്കലും സംസാരിക്കുകയില്ല എന്ന് പറയാം. അപ്പോൾ കാവേരി പറയും, ഞങ്ങളുടെ രാധമ്മയെ അങ്ങനെ പട്ടിണിക്കിടുവോ? ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്തെങ്കിലും ചെയ്ത് രാധമ്മയ്ക്ക് ആഹാരത്തിനുള്ള വക ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം എന്ന് സുജാതയോട് കാവേരി പറയണം കേട്ടോ. അപ്പം എല്ലാ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിളയും വരിക, എല്ലാം എടുത്തല്ലോ മോളെ, നമുക്കപ്പോൾ ഇറങ്ങാം എന്ന് പറയണേ. പെട്ടെന്ന് ശാരദ നിളയുടെ കയ്യിലിരുന്ന അരവിന്ദൻ്റെ ഫോട്ടോ മേടിക്കുകയാണ്. എന്നിട്ട് അതിലിങ്ങനെ നോക്കുക. എന്നിട്ട് മനസ്സിൽ പറയും, അരവിന്ദേട്ടാ നമ്മൾ സ്നേഹതീരത്തേക്ക് മടങ്ങി പോവുക എന്ന് പറയുകയാണേ. അപ്പോൾ അവരെല്ലാവരും ബാഗൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും പിന്നാലെ പോകുന്ന നമ്മുടെ വിനീതിനോട് സുജാത ചോദിക്കും, അല്ല നീ ഇതെങ്ങോട്ടാ ചാടിത്തുള്ളി ഇറങ്ങുന്നേ, നീയും ഇനി അവരുടെ പിന്നാലെ പോവാണോ? ഇല്ലമ്മേ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഞാൻ ആ ഗേറ്റ് വരെ ഉള്ളൂ എന്ന് പറയുക. ഓ, ഗേറ്റിൽ കൊണ്ടുപോയി അവരെ ഇനി വിട്ടാലേ നിനക്ക് സമാധാനം വരുത്തുള്ളെങ്കിൽ ചെന്ന് കയറ് എന്ന് പറയാണ് കേട്ടോ. അപ്പം അമ്മ പറയുന്നൊന്നും മൈൻഡ് ചെയ്യാതെ വിനീത് അവരുടെ പിന്നാലെ ചെന്ന് ഗേറ്റ് വരെ ചെന്ന് അവരെ പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ് നമ്മുടെ യമുന പറഞ്ഞത്, അല്ലല്ല എനിക്കൊരു കാര്യമേ അപ്പച്ചിക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് ശാരദ ചോദിക്കും, എന്ത് കാര്യം, ഇനി എന്താ നിനക്ക് തിരിച്ചു കൊടുക്കാനുള്ളത്? അതൊരു കാര്യം അമ്മേ, ഞാനത് കൊടുത്തിട്ട് ഇപ്പം വരാം എന്ന് പറഞ്ഞ് സുജാതയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ സുജാത തറ കൊടുക്കാൻ നൽകിയിരുന്ന തുണി നമ്മുടെ യമുനയുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പച്ചിക്ക് ഒരു സാധനം തരാൻ ഞാൻ മറന്നുപോയി എന്നും പറഞ്ഞ് ആ തുണി സുജാതയുടെ കയ്യിലേക്കങ്ങ് കൊടുക്കുക. അപ്പച്ചിക്ക് ഇത് ആവശ്യം വരും, ഈ സ്വഭാവം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിലേ കുറച്ചധികം തറ അപ്പച്ചി തുടക്കേണ്ടതായിട്ട് വരും. അല്ല, വിനീതേട്ടൻ കല്യാണം കഴിക്കുമല്ലോ, അപ്പോൾ ഈ കുടുംബത്തൊരു മരുമോള് കയറി വരുമല്ലോ, ഈ വക കൂതറ സ്വഭാവമാണ് ആ പെണ്ണിൻ്റെ അടുത്ത് എടുക്കുന്നതെങ്കിലേ അപ്പച്ചിയോട് ഇപ്പം ഞങ്ങളോട് അപ്പച്ചി ആജ്ഞാപിക്കാറില്ലായിരുന്നോ, തറ തുടയ്ക്കുക, ബാത്റൂം കഴുകുക, ഈ കാര്യങ്ങളൊക്കെ ആ പെണ്ണ് അപ്പച്ചിയോട് അങ്ങ് പറയും. അപ്പം നിവൃത്തിയില്ലാതെ അപ്പച്ചിക്ക് അതെല്ലാം ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് അപ്പച്ചി ഇന്ന് ഞങ്ങളുടെ രാധമ്മയോട് പറഞ്ഞായിരുന്നല്ലോ, എന്തെങ്കിലും കഞ്ഞി കുടിച്ച് കിടക്കണമെങ്കിൽ ഇവിടെ നിൽക്കണമെന്ന്. അതേ ഡയലോഗ് 3 നേരം പണിയെടുത്താൽ അപ്പച്ചിക്ക് ആഹാരം തരുമെന്ന് അവരും അങ്ങോട്ട് പറയും. ഇതൊക്കെ കേൾക്കാൻ അപ്പച്ചി ബാധ്യസ്ഥയാകും. തറ തുടയ്ക്കാൻ തുണി തപ്പുമ്പം അപ്പച്ചിക്ക് പെട്ടെന്ന് ഓർമ്മ വരണം, ഈ തുണിക്കഷ്ണമേ ഇത് കൈ തന്നെ സൂക്ഷിച്ചു വെച്ചോ, അപ്പച്ചിയുടെ സ്വഭാവത്തിന് ആവശ്യം എന്തായാലും വരും. എടി നീ എന്നാടി പറഞ്ഞു വരുന്നത്, നടക്കാൻ പോകുന്നൊരു കാര്യം ഞാൻ മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ, എന്നാൽ ശരി പോട്ടെ അപ്പച്ചി എന്നും പറഞ്ഞ് യമുന അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ശാരദ ചോദിക്കും, എന്ത് സാധനമാണ് നീ കൊണ്ട് സുജാതയുടെ കൈ കൊടുത്തത്? അതൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പറയാം അമ്മേ എന്ന് പറയണേ. അപ്പോൾ കാവേരിക്ക് സംശയം തോന്നും. അപ്പോൾ കാവേരി കണ്ണ് തുറച്ച് ഇങ്ങനെ യമുനയെ നോക്കുമ്പം യമുന കണ്ണുകൊണ്ട് കാണിക്കും. അപ്പോൾ കാവേരി നന്നായിടി എന്നും പറഞ്ഞ് കണ്ണുകൊണ്ട് തിരിച്ച് മറുപടി കൊടുക്കുകയാണ് കേട്ടോ.
പിന്നെ അവരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അവരുടെ സ്നേഹതീരത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ സ്നേഹതീരത്തിൻ്റെ ബോർഡ് കാണുമ്പം തന്നെ മനസ്സങ്ങ് നിറയാണ് അവർക്ക്. അരവിന്ദേട്ടൻ തങ്ങളെ വിളിക്കുന്ന പോലെയൊക്കെ ശാരദയ്ക്ക് തോന്നുക. വേഗം വാ അച്ഛമ്മേ എന്ന് അപ്പം നിള പറയാം. നിന്നെ പോലെ ചെറുപ്പമാണോടി ഞാനൊന്ന് നടന്നെത്തണ്ടേ എന്ന് രാധമ്മ അപ്പം ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാങ്കിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. അവരാണ് ജപ്തി ചെയ്തു എന്ന് എഴുതി വെച്ചിരുന്ന നോട്ടീസൊക്കെ മാറ്റി വാതിൽ തുറന്ന് അവർക്ക് കൊടുക്കുകയാണ്. അവരൊന്നും മിണ്ടുന്നില്ലേ. അവരും അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ വളരെ സമാധാനത്തോടു കൂടി ശാരദയും മക്കളും രാധമ്മയും കൂടി അവരുടെ സ്വപ്നത്തെ വീട്ടിലേക്ക് കയറുകയാണ്. അവിടെ അരവിന്ദൻ്റെ ഫോട്ടോയുടെ അടുത്തേക്ക് നമ്മുടെ നിള ചെല്ലുക. അച്ഛ ഞങ്ങൾ തിരിച്ചെത്തി അച്ഛ എന്നിങ്ങനെ പറയാം. അത് കാണുന്ന ശാരദയും അടുത്തേക്ക് ചെല്ലുക. അരവിന്ദേട്ടൻ പോയതിന് പിന്നാലെ എന്തൊക്കെ ദുരന്തങ്ങളാണ് ഇവിടെ നടന്നതെന്ന് അരവിന്ദേട്ടൻ അറിയുന്നുണ്ടോ? നമ്മുടെ വീട് ജപ്തി ചെയ്തു. അതിനുശേഷം ഇപ്പം വീട് തിരിച്ചെടുക്കാൻ ഗംഗയുടെ എല്ലാ ആഭരണങ്ങളും കൊടുക്കേണ്ടി വന്നു. ഇനി അവക്കൊരാലോചന വന്നു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല അരവിന്ദേട്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറയണേ. യമുന കളക്ടറായി കഴിഞ്ഞാൽ അവളുടെ വീട്ടിൽ പോയി നമുക്ക് താമസിക്കണമെന്നല്ലേ അരവിന്ദേട്ടൻ പറയാറ്. പക്ഷേ ഈ മക്കൾക്ക് 3 നേരം ആഹാരം കൊടുക്കാനുള്ള വക പോലും ഉണ്ടാക്കാൻ എനിക്കറിയില്ല അരവിന്ദേട്ട. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് കരയാ. അത് കാണുമ്പോഴത്തേക്കും കാവേരി അടുത്തേക്ക് ചെല്ലും. അമ്മ എന്തിനാ ഇങ്ങനെ സങ്കടങ്ങൾ പറയുന്നത്? നമുക്ക് നമ്മുടെ വീട് തിരിച്ചു കിട്ടിയില്ലേ, ഇതിൻ്റെ ബാക്കിയും നമുക്ക് നോക്കാന്നേ എന്ന് പറയാം. ഒരു ആൺകുട്ടി എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് കേൾക്കുന്ന കാവേരി പറയും, അമ്മ ഇങ്ങനെ ചിന്തിക്കരുത്. പെൺകുട്ടികൾ സ്വത്താണെന്ന് കരുതണമെന്നല്ലേ അച്ഛൻ എപ്പോഴും അമ്മയോട് പറയാറ്. അച്ഛനൊന്നും ചെയ്തു വെക്കാതെ അല്ലല്ലോ മരിച്ചിരിക്കുന്നത്. എന്നെ ഇത്രയും പഠിപ്പിച്ചില്ലേ, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലേ? ഇനിയിപ്പോൾ എന്താ, ഞാനൊരു ജോലിക്ക് ശ്രമിക്കും. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും. യമുനയും നിളയും ഒക്കെ ഞാൻ പഠിപ്പിക്കും എന്ന് പറയാം. നിള പഠിച്ച് ഒരു ജോലി നേടാൻ ഇനിയും എത്ര കൊല്ലങ്ങൾ കഴിയും മോളെ എന്ന് അപ്പം ശാരദ ചോദിക്കാം. എത്ര കൊല്ലം ആയാലെന്താ, അതൊക്കെ നമുക്ക് നോക്കാന്നേ. അമ്മ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കാതെ ഇപ്പത്തെപ്പറ്റി ചിന്തിക്കമ്മേ. ഈ സന്തോഷങ്ങൾ ആസ്വദിക്കുക എന്ന് കാവേരി പറയാണ്. ഇവരെയൊക്കെ ഞാൻ തുടർന്ന് പഠിപ്പിച്ചോളാം എന്ന് പറയാം. അപ്പം ഗംഗ പറയും, തയ്ച്ചാൽ കാല് വേദന വരും. എൻ്റെ കുട്ടി എന്തിനാ എപ്പോഴും ഇങ്ങനെ നടുപൊട്ടി ജോലി ചെയ്യുന്നതെന്നൊക്കെ അച്ഛൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് ഞാൻ തയ്യൽ നിർത്തിയത്. പക്ഷേ അത് പാടില്ലായിരുന്നു. ഇനിയിപ്പം ഞാൻ തയ്ക്കാൻ പോവാ അമ്മേ. നേരം വെട്ടമാകുമ്പം മുതൽ പാതിരാത്രി വരെ തയ്ക്കണം. തയ്ച്ചാൽ പണം വരുമല്ലോ, എല്ലാവരോടും പറയണം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടക്കും. എനിക്കറിയാവുന്നത് ആ ഒരു തൊഴിലല്ലേ അമ്മേ, അത് ഞാനും ചെയ്യും. അച്ഛനെ പോയിട്ടുള്ള അമ്മേ, അച്ഛൻ നമുക്ക് തന്ന സ്വപ്നങ്ങളൊന്നും പോയിട്ടില്ല. എന്നിട്ടാണോ ഞങ്ങളുടെ പൊന്നമ്മ 2 നേരത്തെ ആഹാരത്തിന് ഓർത്ത് സങ്കടപ്പെടുന്നേ എന്ന് നമ്മുടെ കാവേരി അമ്മയോട് ചോദിക്കുക. ചിരിക്കമ്മേ, എല്ലാ സങ്കടങ്ങളും മാറും. നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ നമ്മുടെ വീട് തിരിച്ചു കിട്ടിയില്ലേ, ഇനി ഓരോന്നും നമ്മൾ തിരിച്ചു പിടിക്കും എന്ന് ശാരദയോട് മക്കളെല്ലാവരോട് പറയാണ് കേട്ടോ. ചിരിക്കമ്മേ, അമ്മ ഒന്നുകൊണ്ട് സങ്കടപ്പെടണ്ട എന്നും പറഞ്ഞ് മക്കളെല്ലാം കൂടി ശാരദയെ കെട്ടിപ്പിടിക്കുക. അപ്പം നമ്മുടെ ഗംഗയാണെങ്കിൽ രാധമ്മയും കെട്ടിപ്പിടിക്കും. ഇതെല്ലാം കാണുമ്പം രാധമ്മയുടെ മനസ്സ് നിറയാണ് കേട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ ശാരദയുടെയും മക്കളുടെയും മുഖത്ത് ചിരി കാണുന്നതിൽ ഒരുപാട് സന്തോഷം തോന്നുക രാധമ്മയ്ക്ക്. എല്ലാവരും കൂടി ശാരദയുടെ ചുറ്റും ഇരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ രാധമ്മ ഇരിക്കുന്നുണ്ട്. അപ്പോൾ യമുന പറയും, അച്ഛൻ്റെ ആഗ്രഹം പോലെ ഞാൻ കളക്ടർ ആവുമേ. അതൊന്നും ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അമ്മ വിചാരിക്കുന്ന പോലെ ഒരുപാട് കാശ് ചിലവൊന്നും അതിനില്ല. ഇനിയിപ്പം പൈസ വേണ്ടി വരുമെങ്കിൽ പഠിത്തത്തോടൊപ്പം തന്നെ ചെറിയ ചെറിയ ജോലികളൊക്കെ ഞാനും ചെയ്തോളാം. ടീ എസ്റ്റേറ്റിൽ ചെറിയ ജോലിക്ക് കിട്ടുമല്ലോ, അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ട്യൂഷൻ എടുക്കാം. അങ്ങനെ എൻ്റെ മുന്നിൽ വഴികളൊക്കെ ഉണ്ടല്ലോ അമ്മേ. അതുകൊണ്ട് എൻ്റെ സ്വപ്നം ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഞാനിപ്പം കാണാറുള്ള ഒരേ ഒരു സ്വപ്നം കളക്ടർ ബംഗ്ലാവിൻ്റെ മട്ടുപ്പാവിൽ ഞാൻ നിൽക്കുന്നതാ. അത് ഞാൻ നേടിയെടുക്കും. അവിടെ നിന്ന് താഴെ കാണുന്ന ലോകത്തോട്ട് മുഴുവനും ഞാൻ വിളിച്ചു പറയും, എൻ്റെ അച്ഛൻ കണ്ട സ്വപ്നം ഇതെന്ന്, അത് ഞാൻ നേടിയെടുത്തുന്ന്. അന്ന് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് യമുന പറയാണ്. അച്ഛൻ കൂടെ ഇല്ലെങ്കിലും നിങ്ങളുണ്ടാവുമല്ലോ. അച്ഛൻ്റെ സ്വപ്നങ്ങളെല്ലാം നമ്മുടെ ഒപ്പം ഉണ്ടാവുമല്ലോ. അച്ഛൻ്റെ സ്വപ്നങ്ങളുമായിട്ടല്ലേ അമ്മേ ഞാൻ അവിടേക്ക് കയറി ചെല്ലുന്നത് എന്ന് പറയാം. അപ്പം നിള പറയും, അമ്മേ എനിക്കിങ്ങനെയൊന്നും പറയാൻ അറിയത്തില്ല. ഞാനിനി കുസൃതിയൊന്നും കാണിക്കില്ല എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് നിള പറയാം. പഠിക്കാനൊന്നും ഞാൻ ഇനി മടി കാണിക്കില്ല. സ്കൂളിലൊക്കെ കൃത്യമായിട്ട് ഞാൻ പൊയ്ക്കോളാം. പഠിക്കുന്നില്ലെന്നും പറഞ്ഞ് ഇനി അമ്മയെ ആരും വഴക്ക് പറയില്ല. ഒരു ടീച്ചർമാരും എൻ്റെ കുറ്റം പറയില്ല. മുട്ടായിയോ ചോക്ലേറ്റോ പുതിയ ഡ്രസ്സോ ഒന്നും വാങ്ങിത്തരാൻ പറഞ്ഞ് ഞാൻ ഇനി ആരെയും ബുദ്ധിമുട്ടിപ്പിക്കില്ല. ഇങ്ങനെയൊക്കെ പറയാനേ എനിക്ക് അറിയുള്ളൂ അമ്മേ. ഞാൻ നല്ല കുട്ടി ആയിക്കോളാം അമ്മേ എന്ന് പറയാം. അത് കേൾക്കുമ്പം ശാരദയ്ക്ക് സങ്കടം വരിക. ശാരദ നിളയെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ശാരദയുടെ മടിയിലോട്ട് കിടക്കുവാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്ന നമ്മുടെ രാധമ്മയുടെ കണ്ണ് നിറയാണ് കേട്ടോ. തൻ്റെ കൊച്ചുമക്കളെല്ലാം അവസ്ഥ അറിഞ്ഞ് കണ്ടറിഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കുന്നു. ഏത് രീതി ജീവിച്ചിരുന്നോ കുട്ടികളാ അരവിന്ദ് ഉണ്ടായിരുന്നപ്പം എത്ര നന്നായിട്ട് അവർ ജീവിച്ചത് എന്നൊക്കെ രാധമ്മയുടെ മനസ്സിലേക്ക് കടന്നു വരുവാണേ.
സമയം സുജാതയുടെ വീട്ടിൽ നമ്മുടെ ശാരദയും മക്കളും തിരിച്ചുപോയി എന്നറിഞ്ഞ ഗീതയ്ക്ക് ഒരു സമാധാനമില്ല. ഇത്ര പെട്ടെന്ന് തൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ പോയല്ലോ എന്നുള്ള ദേഷ്യമാണ് കേട്ടോ ഗീതയ്ക്ക്. അപ്പം സുജാതയാണ് തൻ്റെ കൊച്ചുമോളെയും കളിപ്പിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക. എൻ്റെ അമ്മ അവളെയും കളിപ്പിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കാതെ ഒന്ന് ചിന്തിക്കുക, അവർ ഇത്ര പെട്ടെന്ന് എന്തിനാ അമ്മ ഇറക്കി വിട്ടത്? അമ്മയ്ക്ക് കുറച്ച് ദിവസം കൂടി പിടിച്ച് നിർത്തത്തില്ലായിരുന്നോ? എടി, നീ ഇതെന്ത് വർത്തമാനോ പറയുന്നത്? അവർക്ക് അവരുടെ വീട് തിരിച്ചു കിട്ടി പോകണമെന്ന് പറയുമ്പം ഞാൻ എന്താ അവരോട് പോകരുതെന്ന് പറയാൻ പറ്റുമോ? അല്ലേലും അമ്മ ഒന്നും മിണ്ടില്ലല്ലോ. അവരിങ്ങോട്ട് കയറി വന്നപ്പം വീടിൻ്റെ വാതിൽ മലർക്കി അങ്ങ് തുറന്നു കൊടുത്തു. കയറിക്കോ എന്ന് പറഞ്ഞ്. ഇപ്പം ഇറങ്ങി പോവാന്ന് പറഞ്ഞപ്പോഴും അതേ വാതിലങ്ങ് തുറന്നു കൊടുത്തു. ഇറങ്ങിക്കോ എന്നും പറഞ്ഞ്. അമ്മ ഇങ്ങനൊരു മണ്ടി ആയല്ലോ. എന്തെങ്കിലും രേഖകൾ ഉണ്ടാക്കി അവരെ ഇവിടെ പിടിച്ചു നിർത്തണമായിരുന്നു. രേഖകളോ? എന്ത് രേഖകൾ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അവരിവിടുന്ന് എന്തോ വലിയൊരു നാശനഷ്ടം ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ ഒരു രേഖകൾ ഉണ്ടാക്കണമായിരുന്നു. അങ്ങനെ അങ്ങനെ രേഖകൾ ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനം ഇവിടെ ഉണ്ട്. എന്താ അമ്മേ, എന്ത് സാധനമാ? ഞാൻ അതെന്താണെന്ന് വെച്ചാൽ പറ. സ്വർണ്ണമ്മയോടും ചേട്ടനോടും ഒക്കെ ഇനി ഞാൻ എന്ത് പറയും? അമ്മ കാര്യം പറ എന്ന് പറയണേ. നിന്റെ വല്യപ്പൂപ്പിൻ്റെ വെള്ളിക്കിണ്ണം ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അത് ആ പിള്ളേർ മോഷ്ടിച്ചെന്നും പറഞ്ഞ് ഞാൻ രേഖയുണ്ടാക്കാം. കൊച്ചി രാജാവിൻ്റെ കൊട്ടാരമാണല്ലോ ഈ വീട്. ഈ വീട്ടിൽ വിലപിടിപ്പുള്ള ഒരു വസ്തുവില്ല. പിന്നെ ഞാനുണ്ട്, എന്നെ എടുത്തുകൊണ്ട് പോയിന്ന് വേണേൽ ഞാൻ പറയാം എന്ന് സുജാത പറയാം. എടി പെണ്ണെ, എന്ത് രേഖകൾ ഉണ്ടാക്കിയിട്ടും ഒരു കാര്യമില്ല. നിന്റെ അനിയനെ അവരുടെ കൂടെ നിൽക്കുന്ന കാലത്തോളം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് സുജാത പറയാണ്. അതുകൊണ്ട് നീ വേഗം സ്റ്റാൻഡ് വിടാൻ നോക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയാം. ഇപ്പം അമ്മ അങ്ങനെ നിസ്സാരമായിട്ടൊന്നും പറയണ്ട. അരവിന്ദൻ അമ്മാവൻ മരിച്ചെന്നല്ലേ ഉള്ളൂ. അവർ വീണ്ടും ഗൾഫുകാരൻ അരവിന്ദൻ്റെ മക്കളായില്ലേ അമ്മേ? അവർക്ക് വീണ്ടും അതേ പേര് കിട്ടിയില്ലേ? ആ വീടിന് തന്നെ കോടികൾ വില വരും. അവരത് തിരിച്ചു പിടിച്ചില്ലേ എന്ന് ഗീത പറയാം. അമ്മേ, ആ ജയപാലനില്ലേ, അയാളെ പോയി കണ്ടതിന് ശേഷമാണ് അവർ വീട് തിരിച്ചെടുത്തത്. അതെ, അതിനർത്ഥം അരവിന്ദൻ അമ്മാവൻ്റെ കാശുകളെല്ലാം ജയപാലൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അവർ ആ കാശുകളൊക്കെ പുറത്തിറക്കി കഴിഞ്ഞാൽ ഈ പുഷ്പവാടി മുഴുവനും അവർ വിലക്കെടുക്കും. അവളുമാർ പഴയപടി ഉയർന്നങ്ങ് പോവുകയും ചെയ്യും. പിന്നെ നമ്മളോടൊന്നും ഒരു വിലയും അവർ കാണിക്കില്ല. നീ എന്താ പറഞ്ഞു വരുന്നത്? ആ യമുനയില്ലേ, അമ്മയുടെ കൈ പഴന്തുണി കാണിച്ച് പരിഹസിച്ചവൾ, അവൾ ആ കളക്ടറും കൂടിയായി മാറിയാലത്തെ അവസ്ഥ അമ്മയൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുക. പിന്നെ കളക്ടർ, അവളൊക്കെ എവിടെ വരെ പോകും? ഉയരത്തിൽ പറന്നവളല്ലേ ആ ഗംഗ. എന്നിട്ട് എന്ത് സംഭവിച്ചു? സമ്മാനം വാങ്ങാൻ അവൾ ഈ സുജാതയുടെ വീട്ടിലേക്ക് തന്നെ കയറി വന്നില്ലേ? ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ഇവളന്മാരൊക്കെ എവിടെ വരെ വളരാനാ എന്ന് പറയാം. എന്നാലും അമ്മേ, ഇതങ്ങനെ വിടാൻ പറ്റില്ല. ജയപാലൻ്റെ കയ്യിൽ നിന്നും ആ കാശുകൾ മുഴുവനും അവൾമാരിലേക്ക് എത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ സുജാതയും അതിനെപ്പറ്റി ചിന്തിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ശാരദ സ്നേഹതീരത്ത് അടുക്കളയിൽ ഓരോരോ പണികളാ. അപ്പം യമുന പറയും, അമ്മേ, ശരിക്കും ഒരു പറക്കും തളികയിൽ ഇരിക്കുന്ന പോലെ ആയിരുന്നു. വണ്ടി മുന്നോട്ടെടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ സ്പീഡ് കണ്ടപ്പം എൻ്റെ ഉള്ള ബോധം കൂടി പോയമ്മേ. എന്നിട്ട് നീ എങ്ങനെയാ നിളയുടെ കാര്യം നോക്കിയത് എന്ന് ചോദിക്കുക. അതല്ലേ രസം. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സകല ദൈവങ്ങളെ മനസ്സിൽ വിചാരിച്ച ഞാൻ ആ വണ്ടിയിൽ ഇരുന്നത്. ഒറ്റ ഇരിപ്പല്ലായിരുന്നോ? കണ്ണു തുറന്നപ്പോൾ ആശുപത്രി എത്തി. എന്നിട്ടും നമ്മുടെ റോഡിൻ്റെ കുണ്ടും കുഴിയും ഒരു കുലുക്കം പോലും ഞാൻ അറിഞ്ഞില്ല. ഇടയ്ക്ക് സംശയം തോന്നും ഈ വണ്ടി ഓടുന്നുണ്ടോയെന്ന്. അത്രയ്ക്ക് നല്ല ഡ്രൈവിംഗ്. പേടിച്ചിട്ട് ഒരു കണ്ണ് ഞാനൊന്ന് തുറന്നു നോക്കും. അപ്പോഴതാ ട്രാഫിക് ലൈൻസൊക്കെ പല കളറിൽ മുന്നോട്ടും പിന്നോട്ടും ഒക്കെ പാഞ്ഞു പോകുന്നത് കാണാം എന്ന് നമ്മുടെ നരനെ പറ്റി കേട്ടോ പറയുന്നത്. എന്തായിരുന്നെന്ന് ഒരു അവസ്ഥ. എൻ്റെ അമ്മോ, അടിപൊളി ആ ചേട്ടന്. എന്നിട്ട് നീ എങ്ങനെ ഹോസ്പിറ്റലിലത്തെ കാര്യം അറിഞ്ഞത്? സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല ഗംഗേച്ചി. അറ്റൻഡർ എന്നാരോ വിളിക്കുന്നത് ഞാൻ പാതി ബോധത്തിൽ കേട്ടു എന്ന് ഗംഗയോട് പറയാണ് കേട്ടോ നമ്മുടെ യമുന. പിന്നെ വണ്ടിയുടെ ഡോറ് തുറക്കുന്ന ശബ്ദവും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആശുപത്രി എത്തിയെന്ന്. ഞാൻ നോക്കുമ്പം അറ്റൻഡർമാർ ചേർന്ന് നിളയെ എൻ്റെ കയ്യിൽ നിന്നെടുത്ത് സ്ട്രെച്ചറിലേക്ക് മാറ്റി കിടത്തുന്നു. ഞാൻ അപ്പോഴേ ബോധം വന്നേ. അപ്പോഴത്തേക്കും എൻ്റെ ബോധങ്ങളൊക്കെ തിരികെ വന്നല്ലോ ഗംഗേച്ചി. ആ ചേട്ടൻ ഒരടിപൊളിയാണ്. ഞാൻ വണ്ടിയുടെ പുറത്തേക്ക് ഒറ്റ ചാട്ടം. ഞാൻ ഇറങ്ങാൻ കാത്തിരുന്ന പോലെ വണ്ടി അങ്ങ് പാഞ്ഞു പോവുകയും ചെയ്തു. ഒരു നന്ദി പോലും പറയാൻ പുള്ളി എനിക്ക് ഗ്യാപ്പ് തന്നില്ല. ഒരു നന്ദി വാക്ക് പോലും കേൾക്കാൻ നിന്നില്ലേ എന്ന് അപ്പം ഗംഗ ചോദിക്കും. നിന്നില്ലെന്നേ. അയാൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്ന ആളായിട്ട് എനിക്ക് തോന്നിയില്ല. ഒന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ഒരു മനുഷ്യൻ. എന്തായാലും ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരിൽ നിന്നൊക്കെ വ്യത്യസ്തൻ. സത്യം പറഞ്ഞാൽ എനിക്ക് ആ മനുഷ്യൻ മുഖം തന്നുപോലുമില്ല. അങ്ങനെ ഒരു നന്ദിയോ കടപാടോ ഒന്നും നാളത്തേക്ക് വെക്കണ്ടെന്ന് അയാൾക്ക് ഇപ്പോഴേ ഒരു തീർച്ചയുള്ള പോലെ. ജീവിതത്തെ വളരെ വീക്ഷണത്തോടെ കാണുന്ന ആൾ. നിന്നോട് നിന്റെ പേര് പോലും ചോദിച്ചില്ല അയാൾ. ഇല്ലെന്നേ, ഒന്നും ചോദിച്ചില്ല. ഒരാപത്താന്ന് മനസ്സിലാക്കി ഞങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. സംസാരിക്കുകയോ പരിചയപ്പെടുകയോ ഒന്നും ചെയ്തില്ല.
അതിനിടയിൽ അതിനുള്ള അവസരം ഉണ്ടായിരുന്നു അങ്ങനെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ. പക്ഷേ തനിക്ക് ചെയ്യേണ്ട ജോലി എന്താണെന്ന് കൃത്യമായി ധാരണയുള്ള ഒരാളെ പോലെയാണ് അയാൾ ഞങ്ങളോട് പെരുമാറിയത്. ഞങ്ങളെ ആശുപത്രിയിൽ എത്തിച്ചു, ഒന്നും പ്രതീക്ഷിക്കാതെ പോവുകയും ചെയ്തു. ആരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടാകുമെന്നല്ലേ എന്ന് അപ്പം ശാരദ പറയാം. നമ്മുടെ നിളയെ രക്ഷിക്കാൻ ഈ മലമൂട്ടിൽ ദൈവം കൊണ്ടെത്തിച്ചതായിരിക്കും ആ പയ്യനെ. അവൻ്റെ കടമ ചെയ്ത് മടങ്ങി പോവുകയും ചെയ്തു. അപ്പം നമ്മുടെ കാവേരി പറയും, എനിക്ക് പറഞ്ഞതിലൊക്കെ ഒരു സംശയമുണ്ടമ്മേ എന്ന് പറയാം. നിനക്കിനി എന്ത് സംശയമാണ് എന്ന് അപ്പം ചോദിക്കുകയാണ്. ഇപ്പം ശാരദയും മക്കളും പരസ്പരം കാവേരിയെ നോക്കുക, നീ എന്താ പറഞ്ഞു വരുന്നേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി തന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പം എല്ലാവർക്കും